മക്കളെ, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്തു നോക്കിയാലോ. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന്റെ താഴെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് മാച്ച് ചെയ്യണം അല്ലെ. ജസ്റ്റ് ഒരു ചേരുംപടി ചേർക്കുക, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കിയാൽ നമുക്കിവിടെ 3 പൊസിഷൻ കാണാനായിട്ട് പറ്റും: ഡി, ഇ ആൻഡ് എഫ്. ഇതാദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡി എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന നമ്മുടെ മൂണിന്റെ പൊസിഷൻ ആണ്. അത് മാത്രമല്ല, ഇത് ന്യൂ മൂൺ ഡേ ആണ്, അല്ലെങ്കിൽ കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസത്തെ സൂചിപ്പിക്കുന്നു. ഇനി ഇ എന്ന് പറയുന്നത് ഹാഫ് മൂൺ അല്ലെങ്കിൽ അർദ്ധചന്ദ്രനാണ്. എഫ് എന്ന് പറയുന്നത് നമ്മുടെ പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ ഫുൾ മൂൺ, അല്ലെങ്കിൽ നമ്മൾ വെളുത്ത വാവ് അല്ലെങ്കിൽ നമ്മുടെ പൗർണമി എന്നൊക്കെ പറയുന്ന ദിവസമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നമുക്കൊന്ന് ചേരുംപടി ചേർത്ത് നോക്കാം. ഏറ്റവും ആദ്യം പറയുന്നത് വെൻ ദ മൂൺ റീച്ച് ദ പൊസിഷൻ ഡി, അതായത് ഡി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ മൂണ് ഏതവസ്ഥയിലാണ്? ന്യൂ മൂൺ അല്ലെങ്കിൽ കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസിയാണ്. ഇനി അടുത്തത് വെൻ ദ മൂൺ റീച്ച് ദ പൊസിഷൻ ഇ, അത് ഏത് അവസ്ഥയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? അത് ഏത് ദിവസമാണ്? യെസ്, നമ്മുടെ ഹാഫ് മൂൺ ആണ്, അതായത് അർദ്ധചന്ദ്രനാണ്. ഇനി അടുത്തത് എഫ് എന്ന് പറയുന്ന പൊസിഷനിൽ വരുമ്പോഴാണ് വെൻ ദ മൂൺ റീച്ച് ദ പൊസിഷൻ എഫ്. എഫ് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഫുൾ മൂൺ അല്ലെങ്കിൽ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾക്ക് ഇനി USSനും വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആനുവൽ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്കിനി എന്ത് ചെയ്യണം? അതും കൂടി അടിപൊളിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. സോ അതിനുവേണ്ടിയുള്ള റിവിഷൻ ബാച്ചാണ് നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് എൻഗേജ് ബാച്ച്. സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഈ ഒരു അക്കാഡമിക്സ് ഇയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.